നിധി വീട് വിട്ടുപോയ കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. സൂര്യയാണെങ്കിൽ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ അരുൺ ആ കോൾ അറ്റൻഡ് ചെയ്യില്ല. അച്ഛൻ പോയിട്ട് അലമാര തുറന്നു നോക്കും. എന്നിട്ട് അരുണിനോട് പറയും അവളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയത്, നീ പോയിട്ട് CCTV ഒന്ന് നോക്ക്. അരുൺ പോയി നോക്കുമ്പോൾ CCTV ഒക്കെ ഓഫായിരിക്കും. അമ്മയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. സാന്ദ്ര അമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അമ്മ പറയും ഞാനെങ്ങനെ സമാധാനിപ്പിക്കും, നേരം വെളുക്കുമ്പോൾ വന്ന് കയറുന്നവരോട് ഞാൻ എന്ത് പറയും. നിധി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുധിയോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ കുടുംബമായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ അവരൊന്നും എൻ്റെ കൂടെ നിന്നില്ല. ഞാൻ പറയുന്നതൊന്നും അവർ കേൾക്കാൻ തയ്യാറായില്ല. ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് നിർബന്ധിച്ച കാര്യങ്ങളൊക്കെ നിധി ഇങ്ങനെ സുധിയോട് പറയണം. വീട്ടിൽ നിധി പോയതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യ അങ്ങോട്ട് കയറി വരികയാണ്. സൂര്യ ചോദിക്കും, നിധി എവിടെ? നിങ്ങളാരും എന്താ കോൾ എടുക്കാത്തത്? അവളിവിടെ ഉണ്ടോ ഇല്ലയോ? അവൾ പോയല്ലേ? അവളെന്നോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? ഈ കല്യാണം നടക്കില്ല, ഈ കല്യാണം നടക്കുന്നതിൽ നല്ലത് ഞാൻ പൊട്ടക്കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണെന്ന്. അമ്മയുടെ കയ്യിലെ ലെറ്റർ കണ്ടിട്ട് സൂര്യ അത് വാങ്ങിയിട്ട് വായിക്കുകയാണ്. അച്ഛനോട് വയ്ക്കും, എന്താ ഇത്? അച്ഛനൊന്നും മിണ്ടില്ല. അരുൺ, പെങ്ങൾ കാണിച്ചു വെച്ചതിന് മറുപടി ഇല്ലേ? CCTV ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അരുൺ പറയും അവളത് ഓഫ് ചെയ്തിട്ടാണ് പോയത്. അതൊക്കെ കേൾക്കുമ്പോൾ സൂര്യയ്ക്ക് ദേഷ്യം വരും. സൂര്യ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അച്ഛൻ പറയും നേരം പുലരുന്നതിന് മുന്നേ അവളെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. അതും പറഞ്ഞ് അരുണും അച്ഛനും കൂടെ നിധിയെ നോക്കി ഇറങ്ങാണ്. നിധി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സുധി ചോദിക്കും, എന്താ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രശ്നമില്ലാതെ തിരുവനന്തപുരത്ത് എത്തിപ്പെടണേന്ന്, ഒരു വർക്കിംഗ് വുമൺ ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റണേന്ന്, ഞാൻ കല്യാണം ഉപേക്ഷിച്ച് പോകുന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നൊക്കെ. സുധി ചോദിക്കും, ഇയാൾ കല്യാണം നിർത്തി പോകുന്നതിന് എന്ത് പ്രശ്നം ഉണ്ടാവാൻ അവർക്ക്? അവരുടെ കൈ കിട്ടിയാൽ നമുക്കാണ് പ്രശ്നം, പ്രത്യേകിച്ച് എനിക്ക്. തൻ്റെ ചേട്ടനും തന്നെ കെട്ടാൻ പോകുന്ന സൈക്കോയും കൂടി ശരിക്കും എന്നെ പഞ്ഞിക്കിടും. എൻ്റെ അച്ഛന് ഇതൊക്കെ ഓർത്തിട്ട് വല്ല അറ്റാക്ക് എങ്ങനെ വന്നാൽ? സുധീറും വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആദ്യത്തെ പെൺകുട്ടി ഒന്നല്ല താൻ. മുമ്പും പലരും പോയിട്ടുണ്ട്. അവരുടെ അച്ഛന്മാർക്കൊക്കെ അറ്റാക്ക് വന്നിട്ടുണ്ടോ? നിധി പറയും, എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ വളർത്തി കൊണ്ടുവന്നതാ. സുധി ഇത് കേട്ടിട്ട് അതിനെ കളിയാക്കിയിട്ട് പറയും, ബാക്കിയുള്ളവരുടെ അച്ഛന്മാരൊന്നും എന്താ കുട്ടികളെ നോക്കാതെ അവരെ എടുത്ത് കളയുമോ എന്നൊക്കെ ചോദിക്കും. നിധി ചോദിക്കും, വീട്ടിലുള്ളപ്പോൾ ഒരു പാവമായിരുന്നല്ലോ, ഇപ്പോൾ വലിയ വാചകം അടിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ഒരു പാവാണെന്ന് കരുതിയിട്ടാ ഞാൻ വിശ്വസിച്ച് കൊണ്ടുവിടാൻ പറഞ്ഞത്. സുധി അപ്പോൾ ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയിട്ടും നിധിയെ ഒരു സൈക്കോ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയ കാര്യം പറയാണ്. അത് കേട്ടിട്ട് നിധി പറയും, അതൊക്കെ ശരിയാ, അയാൾ ശരിക്കും സൈക്കോ തന്നെ. എൻ്റെയും ചേച്ചിയുടെയും ഫോണിലേക്ക് ഒരു ദിവസം 400 മിസ് കോൾ അയാൾ ചെയ്തതെന്ന് പറയും. ഇത് കേട്ടിട്ട് സുധി അറിയും, അയ്യോ അത്രയും? ഞാനൊരു പെൺകുട്ടി കൂടി പോയാൽ 2 മിസ് കോൾ, അതിൽ കൂടുതൽ ചെയ്യില്ലെന്ന് പറയും. ഞാൻ ജനറലായിട്ട് പറഞ്ഞാട്ടോ, ഞാൻ ഈ പെൺകുട്ടികളൊന്നും അങ്ങനെ വിളിക്കാറില്ല. നിധി അറിയും, താൻ പെൺകുട്ടികളെ വിളിച്ചാൽ എനിക്കെന്താ, എൻ്റെ അച്ഛനും അമ്മയും സുഖമായിട്ട് ഉറങ്ങാവണേ. സുധി അറിയാം, അവർ സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടാവും പറയും. ഇത് കേട്ടിട്ട് നിധിക്ക് ദേഷ്യം വരും. നിധി പറയും, താൻ എന്ത് വർത്താനം പറയുന്നതെന്ന് നോക്കും. സുധി പറയും, അവർ ഭാര്യ ഭർത്താവല്ലേ, അപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ടെന്ന് പറയും, അതിനെന്താ തെറ്റ്? നിധി പറയും, അവരെ അച്ഛനും അമ്മയെ അങ്ങനെയൊന്നും പറയണ്ട, ഒരു സൈക്കോയുടെ അടുത്തുനിന്ന് പോന്നിട്ട് വേറൊരു സൈക്കോയുടെ അടുത്ത് എത്തിയെന്ന് എന്നെ കൊണ്ട് പറയിക്കരുതെന്ന് പറയും. ഇത് കേട്ടിട്ട് സുധി അവിടെ വണ്ടി നിർത്തും. എന്നിട്ട് പറയും, അവനെ എന്നെയും ഒരുപോലെ കാണരുത്, ഞാൻ കുട്ടിക്ക് വേണ്ടി എൻ്റെ ജീവൻ പണിയ വെച്ചിട്ടാണ് വന്നത്. ഞാൻ അവനെ പോലെയൊന്നുമല്ല, ഒരു നല്ല മനുഷ്യനാണ്, അത് തൻ്റെ മനസ്സിൽ വേണം. നിധി സോറി പറയും. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യ ഇങ്ങനെ ഓരോന്ന് പറയാണ്. അച്ഛനും അരുണും ആണെങ്കിൽ ഒന്നും മിണ്ടില്ല. അവളെന്നോട് ഫോൺ വിളിച്ചവൻ പറഞ്ഞതാണ്, ഞാൻ എങ്ങോട്ട് പോയാലും തനിക്കെന്താന്ന്. അവൾ ആ ഡ്രൈവറെ കൂടെ തന്നെ ആയിരിക്കും പോയത്. അച്ഛൻ പറയും, സൂര്യ എൻ്റെ മോളെ പറ്റി അനാവശ്യം പറയരുത്, ഡ്രൈവർ അവളുടെ കൂടെയാണോന്ന് നമുക്കറിയില്ലല്ലോ. സൂര്യ പറയും, ഇങ്ങനത്തെ പെൺകുട്ടികളെ എന്തോന്ന് പറയാറില്ലേ, തെറിച്ചവള്. അപ്പോഴും അച്ഛൻ പറയും, മോളെ പറ്റി അങ്ങനെ പറയരുതെന്ന്. ആദ്യം മുതലേ അവൾക്ക് കല്യാണം വേണ്ടാന്നാണ് പറഞ്ഞിരുന്നത്, ഞാനത് കേട്ടില്ല. അവളത് പേടിച്ച് അവളുടെ ഫ്രണ്ട്സിൻ്റെ വല്ല വീട്ടിലും പോയി കാണും. സൂര്യ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ CCTV എന്തിനാ ഓഫാക്കിയത്? എന്തോ ഒരു കള്ളത്തരം ഉണ്ടായിട്ടല്ലേ? അച്ഛൻ പറയും, അരുണേ, നീ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ചർച്ചിലുള്ള അച്ഛനെ വിളിച്ചിട്ട് അവിടുത്തെ CCTV ഫുട്ടേജ് എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കാൻ പറ. അരുൺ പറയും, അപ്പോൾ എല്ലാവരും അറിയില്ലേ? സൂര്യ പറയും, രാവിലെ ആകുമ്പോൾ എന്തായാലും എല്ലാവരും അറിയും. അച്ഛൻ പറയും, നീ പറഞ്ഞോ, കുഴപ്പമില്ലാന്ന് പറയും. സുധിയാണെങ്കിൽ വസീകര പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആടിപ്പാടി പോവാണ്. നിധി ഉണർന്നിട്ട് ഒന്ന് ക്രൂരായിട്ട് സുധിയെ നോക്കും. സുധി പറയും, ഒന്ന് പാട്ടൊക്കെ കേട്ടിട്ട് ചില്ലായി പോകാമെന്ന് വിചാരിച്ചു. നിധി പറയും, പാട്ടൊക്കെ കേട്ട് ചില്ലായി പോകാൻ ഇത് ടൂറാണല്ലോ. സുധി എന്നാൽ ഞാൻ ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പാട്ട് ഓഫാക്കാണ്. അരുൺ വിളിച്ചു പറഞ്ഞിട്ട് അച്ഛൻ CCTV ഫുട്ടേജ് അയച്ചു കൊടുക്കുകയാണ്. അത് ചെക്ക് ചെയ്തിട്ട് സൂര്യ പറയും, കണ്ടോ കണ്ടോ, അവൻ്റെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നത് കണ്ടോ, ഇപ്പോൾ വിശ്വാസം വന്നത് നിങ്ങൾക്ക്? സൂര്യ അച്ഛനോട് ചൂടായി സംസാരിക്കാൻ തുടങ്ങും. ഇത് കാണുമ്പോൾ അരുണ് ദേഷ്യം വരും. സൂര്യ, എൻ്റെ അച്ഛനോട് മര്യാദയ്ക്ക് സംസാരിക്കണം. സൂര്യ ചോദിക്കും, വീട്ടിലെ ഡ്രൈവറെ കൂടെ പെങ്ങൾ ഒളിച്ചോടി പോകുമെന്ന് കരുതിയിട്ടാണോ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് നിങ്ങൾ വിചാരിച്ചത്? അരുൺ പറയും, സൂര്യ മര്യാദയ്ക്ക് സംസാരിക്കണം. സൂര്യ പറയും, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അവനോടാ ഇഷ്ടം, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവൻ്റെ കൂടെ പോയത്. അരുൺ പറയും, അവൾ അവനെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ആ വണ്ടി തട്ടാൻ പോയപ്പോഴാണ്, അവൾ പഠിച്ചതൊക്കെ ഇവിടെ അല്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അരുണും സൂര്യയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അച്ഛൻ അവരോട് രണ്ടുപേരോടും മതി നിർത്തുമെന്ന് പറയും. എന്നിട്ട് അച്ഛൻ ഒരു ഗുണ്ടാ ടീമിനെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്.